Hello everyone. This is the 7th lecture on the topic sensitivity analysis. Here we are discussing the topic deletion of the constraints. Suppose we have an LPP, minimize f of x equal to cx subject to the constraints ax equal to b and x greater than or equal to 0. Okay. Suppose x0 is the optimal solution of this LPP, and after obtaining this optimal solution, suppose we are going to delete some constraint of this LPP. Okay. So if the constraint to be deleted is such that its slack variable has a positive value in the optimal solution, then its deletion leaves the optimal solution unchanged. That means ഈ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻസിൽ നമ്മൾ സ്ലാക്ക് വേരിയബിൾസ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഇനീക്വാലിറ്റി നോക്കിയിട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു കൺസ്ട്രെയിൻറ്റ് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഡിലീറ്റ് ചെയ്ത കറസ്പോണ്ടിങ് കൺസ്ട്രെയിൻ്റെ സ്ലാക്ക് വേരിയബിൾ അതിൻ്റെ വാല്യൂ ഒപ്റ്റിമൽ സൊല്യൂഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ആ കൺസ്ട്രെയിൻറ്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒപ്റ്റിമൽ സൊല്യൂഷനിൽ ചേഞ്ച് ഒന്നും വരാനില്ല. ഓക്കെ, ഓൾറെഡി ഉണ്ടായിരുന്ന ഒറിജിനൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ തന്നെ ആയിരിക്കും പുതിയ മോഡിഫൈഡ് പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഓക്കെ, ഇനി if the constraint to be deleted has a zero value for its slack variable in the optimal solution, അതായത് ഡിലീറ്റ് ചെയ്യുന്ന കൺസ്ട്രെയിൻ്റെ കറസ്പോണ്ടിങ് സ്ലാക്ക് വേരിയബിളിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷനിലെ വാല്യൂ 0 ആണെങ്കിൽ, അതായത് ആ സ്ലാക്ക് വേരിയബിൾ ബേസിക് വേരിയബിൾ അല്ല എന്നുണ്ടെങ്കിൽ, ഒപ്റ്റിമൽ സൊല്യൂഷൻ്റെ ബേസിക് വേരിയബിൾ അല്ല എന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ ബേസിക് വേരിയബിൾ അല്ലാതിരിക്കാം, അല്ലെങ്കിൽ ബേസിക് വേരിയബിൾ ആയിട്ട് അതിൻ്റെ വാല്യൂ 0 ആവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ that is if it is satisfied by an equality and the modified problem may have a different optimal solution. അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന ഒറിജിനൽ ഒപ്റ്റിമൽ സൊല്യൂഷനിൽ മാറ്റം വന്നേക്കാം നമ്മുടെ മോഡിഫൈഡ് പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ആ രണ്ട് കേസാണ്. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന വേരിയബിൾസിന് കൺസ്ട്രെയിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലാക്ക് വേരിയബിളിന് ഒപ്റ്റിമൽ സൊല്യൂഷനിൽ ഇതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ, ഒപ്റ്റിമൽ സൊല്യൂഷനിൽ ആ സ്ലാക്ക് വേരിയബിളിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ കൺസ്ട്രെയിൻറ്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഒപ്റ്റിമൽ സൊല്യൂഷന് മാറ്റമൊന്നും വരാനില്ല. ഇനി അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന, അതായത് കൺസ്ട്രെയിൻറ്റ് ഡിലീറ്റ് ചെയ്യുന്ന കൺസ്ട്രെയിൻറ്റ് കറസ്പോണ്ടിങ് സ്ലാക്ക് വേരിയബിൾസിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷനിലെ വാല്യൂ 0 ആണെങ്കിൽ ഒറിജിനൽ പ്രോബ്ലത്തിൻ്റെ optimal solution may have different optimal solution may change. Okay, so ആ കേസ് നമുക്ക് നോക്കാം എങ്ങനെയാണുള്ളത്. let the constraint to be deleted of this type, അതായത് ഒരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പുള്ള ഒരു കൺസ്ട്രെയിൻ്റ് ആണ് നമുക്ക് ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ആഫ്റ്റർ ഒബ്റ്റൈനിങ് ദി ഒപ്റ്റിമൽ സൊല്യൂഷൻ, ഒപ്റ്റിമൽ സൊല്യൂഷൻ ഒബ്റ്റൈൻ ചെയ്തതിന് ശേഷം നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഒറിജിനൽ പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ ഈ ഒരു കൺസ്ട്രെയിൻറ്റ് ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ഓൾറെഡി സ്ലാക്ക് വേരിയബിൾ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഇക്വേഷനെ അല്ലെങ്കിൽ കൺസ്ട്രെയിൻറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്ലൈ ദി സ്ലാക്ക് വേരിയബിൾ UK, we have the constraint equation is summation j from 1 to m akj xj plus uk equal to pk for uk is greater than or equal to 0. Okay, where uk is the slack variable. ഈ slack variable അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? Now in ഈ കേസിൽ, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടൈപ്പ് വരുന്ന കേസിൽ we need to introduce a new variable vk with coefficient -1. Okay, so that the constraint equation becomes this. ഇതിൽ നമ്മൾ ഒരു പുതിയ വേരിയബിളും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് വിത്ത് കോഎഫിഷ്യന്റ് -1. ദാറ്റ് ഈസ് ദി കൺസ്ട്രെയിന്റ് ഇക്വേഷൻ വിൽ ചേഞ്ച് ടു ദിസ് സമ്മേഷൻ j ഫ്രം 1 to m akj xj പ്ലസ് uk മൈനസ് vk ഈക്വൽ ടു bk. അപ്പോൾ ഇത് നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇത് ഓൾറെഡി ഉണ്ടായിരുന്നു. uk is the slack variable in the constraint. Okay, vk എന്നുള്ളൊരു വേരിയബിൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു വിത്ത് നെഗറ്റീവ് കോഎഫിഷ്യന്റ്, -1 എന്നുള്ള കോഎഫിഷ്യന്റ് എടുത്തിട്ട്. ഓക്കെ, such that uk greater than or equal to 0 and vk greater than or equal to 0. ഇപ്പോൾ ഈ ഒരു now the problem is modified is equivalent to the problem obtained by deleting the constraint from the original equation. അപ്പോൾ ആ ഈ ഒറിജിനൽ ഇക്വേഷനിൽ നിന്ന് ആ കൺസ്ട്രെയിൻറ്റ് ഡിലീറ്റ് ചെയ്യുന്ന എഫക്റ്റ് നമുക്ക് ഇതിൽ വരുമെന്ന് അർത്ഥം. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്.
ഓക്കെ. ഇനി നമ്മൾ ഈ കിട്ടിയത് ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി സാധാരണ നമ്മൾ ദി പ്രോബ്ലം വിത്ത് അഡീഷണൽ വേരിയബിൾ ക്യാൻ ബി സോൾവ്ഡ് ബൈ ദി മെത്തേഡ് ഇൻ ദി സെക്ഷൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ വേരിയബിൾസ്. നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ വേരിയബിൾസ് എന്നുള്ള സെക്ഷനിൽ ചെയ്ത അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇവിടെ നമ്മൾ പുതിയ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്തത് വി കെ. അത് വെച്ചിട്ട് നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാം സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, ആ സെക്ഷനിൽ ചെയ്ത പോലെ. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള കൺസ്ട്രെയിൻറ്റ് ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആണെന്ന് വിചാരിക്കാം. സപ്പോസ് ദി കൺസ്ട്രെയിൻറ്റ് ടു ബി ഡിലീറ്റഡ് ഈസ് ഓഫ് ദിസ് ടൈപ്പ് summation j from 1 to m akj xj greater than or equal to bk. Or introducing the slack variable vk, we have this summation j from 1 to m akj xj minus vk equal to bk, where vk greater than or equal to 0. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടൈപ്പ് ആയതുകൊണ്ട് സ്ലാക്ക് വേരിയബിൾ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും നമ്മൾ അല്ലെങ്കിൽ സ്ലാക്ക് വേരിയബിൾ സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ. ഈ കേസിൽ വി നീഡ് ടു ഇൻട്രൊഡ്യൂസ് അനദർ വേരിയബിൾ യു കെ വിത്ത് കോഎഫിഷ്യൻറ്റ് +1. ഓക്കെ. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം along with the vk, അതായത് ഒരു യു കെയും കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വിത്ത് കോഎഫിഷ്യൻറ്റ് +1. സോ ദാറ്റ് ദി കൺസ്റ്റന്റ് ഇക്വേഷൻ ബിക്കംസ് summation j from 1 to m akj xj plus uk minus vk equal to bk, where uk greater than or equal to 0 and vk greater than or equal to 0. ഓക്കെ. ഇതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. അതായത് ഇൻട്രൊഡ്യൂസിങ് ന്യൂ വേരിയബിൾ എന്നുള്ള സെക്ഷനിലെ മെത്തേഡ് ഉപയോഗിച്ചിട്ട് വി ക്യാൻ ഫൈൻഡ് ദി new solution or new optimal solution. Okay. ഇനി if the constraint to be deleted of this type summation j from 1 to m akj xj equal to bk, അതായത് ഇക്വാലിറ്റി ടൈപ്പ് ആണ് കൺസ്ട്രെയിൻ്റ് എന്നുണ്ടെങ്കിൽ, ഡിലീറ്റ് ചെയ്യേണ്ട കൺസ്ട്രെയിൻ്റ് ഇക്വാലിറ്റി ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ വി മേ ഇൻട്രൊഡ്യൂസ് ടു വേരിയബിൾസ് യു കെ ആൻഡ് വി കെ വിത്ത് കോഎഫിഷ്യൻസ് +1 ആൻഡ് -1 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ടു ഗെറ്റ് ദിസ് ടൈപ്പ് ഓഫ് ഇക്വേഷൻ. ഓക്കെ, ഈ ടൈപ്പ് ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യു കെയും വി കെയും ഇൻട്രൊഡ്യൂസ് ചെയ്യും വിത്ത് കോഎഫിഷ്യൻസ് +1 ആൻഡ് -1 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ഇതാണ് മെത്തേഡ്. എന്നിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് പ്രീവിയസ് സെക്ഷനിൽ പറഞ്ഞ പോലെ ഇൻട്രൊഡ്യൂസിങ് ദി വേരിയബിൾ ന്യൂ വേരിയബിൾ എന്നുള്ള ആ സെക്ഷനിൽ പറഞ്ഞ അതേപോലെ നമുക്ക് സോൾവ് ചെയ്യാം പുതിയ ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ടു എ ക്വസ്റ്റ്യൻ. Consider the problem minimize f equal to 3x1 minus 5 plus 5x2 plus 2x3 subject to minus x1 plus 2x2 plus 2x3 greater than or equal to 3, x1 plus 2x2 plus x3 greater than or equal to 2, minus 2x1 minus x2 plus 2x3 greater than or equal to -4, along with the non-negativity conditions x1, x2, x3 greater than or equal to 0. Okay, already prove ചെയ്ത solve ചെയ്ത question തന്നെയാണത്. Now applying the slack variables in the constraints, keeping all the bi's greater than 0, the constraint equations will be this: minus x1 plus 2x2 plus 2x3 slack variables ഇവിടെ x4 x5 x6. ഇതിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആണ്, പ്ലസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ സ്ലാക്ക് വേരിയബിൾ സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെ x4 സബ്ട്രാക്ട് ചെയ്തു, ഇവിടെയും x5 സബ്ട്രാക്ട് ചെയ്തു, ഇവിടെ bi 4 -4 എന്നുള്ളത് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നെഗറ്റീവായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സോ പ്ലസ് x6 ആയിരിക്കും വരാം. ഓക്കെ, സോ ഇതാണ് വരുന്നത് നമ്മുടെ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻസിൽ നമ്മൾ സ്ലാക്ക് വേരിയബിൾസ് അപ്ലൈ ചെയ്തിട്ട് x4 അപ്ലൈ ചെയ്തു. x4 x5 x6 ആണ് സ്ലാക്ക് വേരിയബിൾസ്. നൗ ഇനീഷ്യൽ ടേബിൾ ഇതായിരുന്നു, ഇനീഷ്യൽ ടേബിൾ സിംപ്ലക്സ് ടേബിൾ. ഇത് ഡുവൽ സിംപ്ലക്സ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഡുവൽ സിംപ്ലക്സ് മെത്തേഡ് വെച്ച് സോൾവ് ചെയ്തിട്ട് കിട്ടുന്നത് സൊല്യൂഷൻ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനീഷ്യൽ ടേബിൾ വെച്ചിട്ട് നമ്മൾ എഴുതിയിട്ടുള്ളത് ഇത് പോസിറ്റീവായിട്ട് എടുത്തിട്ടാണ്, ബികളൊക്കെ പോസിറ്റീവാക്കി എടുത്തിട്ടാണ് ഡയറക്റ്റ്ലി നമ്മൾ സോൾവ് ചെയ്തത്. ഇത് നെഗറ്റീവാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ -4 കിട്ടും. അങ്ങനെ നമ്മൾ സോൾവ് ചെയ്തിട്ടില്ല ബൈ യൂസിങ് ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ്. ഓക്കെ, സോ ബൈ യൂസിങ് ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് വി ഗെറ്റ് the solution, the optimal table as this, and the optimal solution is optimal basis x3 x4 x6 ആയിരിക്കും. ഒപ്റ്റിമൽ സൊല്യൂഷൻ വരുന്നത് x1 0 x2 0 x3 equal to 2 x4 equal to 1 x5 0 and x6 equal to 8. So and the value of f is 4. Okay, so optimal basis is x3 x4 x6 which is 2 1 8.
ആൻഡ് സി നോട്ട് എന്തായിരുന്നു 2,00 ആയിരുന്നുണ്ടാവുക. കാരണം x3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള C3, ഇതിന് കറസ്പോണ്ടിങ് C4, C6. C3 2 ആണ്, ബാക്കി എന്തോ 0 ആണ്. ഓക്കെ, ദെൻ ഇതിനോട് കൂടെ നമുക്ക് ഇതാണ് ഓൾറെഡി ഉണ്ടായിരുന്ന എ നോട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എ നോട്ട് ഇൻവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. As in the previous videos, we found the A naught and A naught inverse. Okay, ലാസ്റ്റ് വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം മെത്തേഡ് ഉപയോഗിച്ചിട്ട് അതിനെയാണ് സെയിം എ നോട്ടും എ ഇൻവേഴ്സും കണ്ടുപിടിച്ചു. നൗ ഇതിൽ നമ്മുടെ എയിം എന്ന് ഇതാണ് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന കൺസ്ട്രെയിന്റ് ഇക്വേഷൻസ്. ഈ കൺസ്ട്രെയിന്റ് ഇക്വേഷൻസിൽ നമ്മൾ ഒരു ഇക്വേഷൻ after obtaining the solution, optimal solution, we are going to delete some constraints. Okay, constraints delete ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ഇത് ഒപ്റ്റിമൽ ടേബിൾ ആണ്. ഞാൻ ഇത് ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്തതാണിത്. ഒപ്റ്റിമൽ ടേബിൾ ആണിത്. ഇത് കൺസ്ട്രെയിന്റ് ഇക്വേഷൻസും ആണ്. ഓക്കെ, ഇവിടെ സ്ലാക്ക് വേരിയബിൾസ് x4ഉം x5ഉം x6ഉം ആയിരുന്നു. ഓക്കെ, അതിൽ x4ഉം x6ഉം ഹാവ് പോസിറ്റീവ് വാല്യൂസ് ഇൻ ദി ഒപ്റ്റിമൽ ടേബിൾ. അതായത് ഒപ്റ്റിമൽ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ x4 ഇവിടെയാണ് വരുന്നത്. x4ൻ്റെ വാല്യൂ 1 ആണ്, x6ൻ്റെ വാല്യൂ 8 ആണ്. സോ x4 ആൻഡ് x6 ഹാസ് പോസിറ്റീവ് വാല്യൂസ് ഇൻ ദി ഒപ്റ്റിമൽ ടേബിൾ. ഇതാണ് ഒപ്റ്റിമൽ ടേബിൾ. ഒപ്റ്റിമൽ ടേബിൾ x4ൻ്റെ വാല്യൂ x6ൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ x4ഉം x6ഉം സ്ലാക്ക് വേരിയബിൾസ് ആയിട്ട് വരുന്ന കറസ്പോണ്ടിങ് ഇക്വേഷൻസ് അല്ലെങ്കിൽ കൺസ്ട്രെയിന്റ് ഇക്വേഷൻസ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒപ്റ്റിമൽ സൊല്യൂഷന് മാറ്റം വരില്ല. x4 കറസ്പോണ്ട് ചെയ്യുന്നത് ഫസ്റ്റ് കൺസ്ട്രെയിന്റ് ഇക്വേഷനാണ്. x6 കറസ്പോണ്ട് ചെയ്യുന്നത് തേർഡ് കൺസ്ട്രെയിന്റ് ഇക്വേഷനാണ്. സോ ഫസ്റ്റ് കൺസ്ട്രെയിന്റ് ഇക്വേഷനും തേർഡ് കൺസ്ട്രെയിന്റ് ഇക്വേഷനും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷന് ചേഞ്ച് വരാൻ പോകുന്നില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് ഈ ഫസ്റ്റ് കൺസ്ട്രെയിന്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അതിൽ x4 ആണ് നമ്മുടെ സ്ലാക്ക് വേരിയബിൾ. ആ സ്ലാക്ക് വേരിയബിളിൻ്റെ ഒപ്റ്റിമൽ ടേബിളിൽ അല്ലെങ്കിൽ ഒപ്റ്റിമൽ സൊല്യൂഷനിൽ ആ സ്ലാക്ക് വേരിയബിളിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ ആ ഫസ്റ്റ് കൺസ്ട്രെയിന്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒപ്റ്റിമൽ സൊല്യൂഷന് മാറ്റം വരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഫസ്റ്റ് കൺസ്ട്രെയിന്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ തന്നെ തേർഡ് കൺസ്ട്രെയിന്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒപ്റ്റിമൽ സൊല്യൂഷന് മാറ്റം വരുന്നില്ല. പക്ഷേ x5 എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഇക്വേഷനാണ്, സെക്കൻഡ് കൺസ്ട്രെയിൻ്റ് ആണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. സെക്കൻഡ് കൺസ്ട്രെയിനിൻ്റെ സ്ലാക്ക് വേരിയബിൾ x5 ആണ്. x5 ആക്ച്വലി ബേസിക് വേരിയബിൾ അല്ല. ദാറ്റ് മീൻസ് x5 ഒപ്റ്റിമൽ സൊല്യൂഷനിലെ ബേസിക് വേരിയബിൾ അല്ല. ദാറ്റ് മീൻസ് x5 ഹാസ് ദി വാല്യൂ 0 ഇൻ ഒപ്റ്റിമൽ ടേബിൾ. ഒപ്റ്റിമൽ ടേബിൾ അല്ലെങ്കിൽ ഒപ്റ്റിമൽ ബേസിസിലെ ഒപ്റ്റിമൽ സൊല്യൂഷനിൽ x5ൻ്റെ വാല്യൂ 0 ആണെന്ന് അർത്ഥം. ദാറ്റ് മീൻസ് ദി ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ദി ഒറിജിനൽ പ്രോബ്ലം മേ ചേഞ്ച്. ഓക്കെ, അപ്പോൾ മോഡിഫൈഡ് പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷനും ഒറിജിനൽ പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷനും മാറ്റം ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ആ കേസിൽ എങ്ങനെ വരികയാണെന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. ഇൻ ദിസ് പ്രോബ്ലം ദിസ് സ്ലാക്ക് വേരിയബിൾസ് x4 and x5 and x6. Okay, slack variables are these x4 and x5 and x6. In this x4 and x6 have the positive values in the optimal table, that is x4 equal to 1 and x6 equal to 8. So if we delete the corresponding constraint, x4 correspond ചെയ്യുന്നത് first constraint ആണ്, x6 correspond ചെയ്യുന്നത് second constraint ആണ്. സെക്കൻഡ് ആണോ? x6 correspond ചെയ്യുന്നത് third constraint ആണ്. So this is not second, third constraint. Then in that case optimal solution remains unchanged. Okay, now the value of the slack variable x5 is 0. Okay, നമുക്ക് പറഞ്ഞു x5 ഈ x5ൻ്റെ വാല്യൂ 0 ആണ്. So it corresponds the second constraint. So the deletion of the corresponding second constraint will affect the optimal solution. Optimal solution മാറ്റം വരും after the deletion of the second constraint. So if we delete the second constraint,
സിൻസ് ദി കൺസ്ട്രെയിൻറ്റ് ഈസ് ഓഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടൈപ്പ് ആയതുകൊണ്ട് ഓൾറെഡി നമുക്ക് x5 നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു സ്ലാക്ക് വേരിയബിൾ ആയിട്ട്. അതിനോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ വേരിയബിൾ x7 with coefficient 1. Okay, so the constraint will be x1 plus 2x2 plus x3 minus x5 equal to 2 ഉണ്ടായിരുന്നിടത്ത് ഒരു പ്ലസ് x7 കൂടെ വന്നു. ഓക്കെ, ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആയിരുന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ടായിരുന്ന കൺസ്ട്രെയിൻറ്റ് പ്ലസ് ആയിരിക്കും, നമ്മൾ ഒരു നെഗറ്റീവ് x7 ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് 1 നെഗറ്റീവ് 1 ആയിട്ടായിരിക്കും എടുക്കേണ്ടതെന്ന് അർത്ഥം. ഇതാണ് പുതിയ കൺസ്ട്രെയിൻറ്റ്. ഓക്കെ, ഇനി ഈ കൺസ്ട്രെയിൻറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇനി ബാക്കി കണ്ടുപിടിക്കണം. സോ the coefficient of x7 in each constraint and the objective function are a17 equal to 0, a27 equal to 1, a37 equal to 0 and c7 equal to 0. അതായത് ഇത് സെക്കൻഡ് കൺസ്ട്രെയിൻ്റ് ആണ്. അപ്പോൾ ആ സെക്കൻഡ് കൺസ്ട്രെയിനിൽ x7ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് 1, അതാണ് a27 equal to 1 എന്നുള്ളത്. തേർഡ് കൺസ്ട്രെയിനിലും ഫസ്റ്റ് കൺസ്ട്രെയിനിലും അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ x7 നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെ മാത്രമേ ഉള്ളൂ, സെക്കൻഡ് കൺസ്ട്രെയിനിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഫസ്റ്റ് കൺസ്ട്രെയിനിൽ ആ x7ൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അതുപോലെ തന്നെ തേർഡ് കൺസ്ട്രെയിനിലും x7ൻ്റെ കോഎഫിഷ്യൻ്റ് 0 ആയിരിക്കും. അതാണ് എഴുതിയിട്ടുള്ളത് a17 ഈക്വൽ 0 ആൻഡ് a37 ഈക്വൽ ടു 0 ആൻഡ് c7 ആൾസോ 0. കാരണം c7 എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കോഎഫിഷ്യൻ്റ് ആണ്. കോസ്റ്റ് കോഎഫിഷ്യൻ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് a7. x7 നമ്മളിപ്പോൾ x7 ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ x7 ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് c7 എന്തായിരിക്കും, കോസ്റ്റ് കോഎഫിഷ്യൻ്റ് 0 ആയിരിക്കും. അതായത് f of x ഈക്വൽ ടു c1 x1 പ്ലസ് എക്സെട്ര cn xn c6 x6 വരെയായി പ്ലസ് c7 x7 എന്നുള്ളത് നമ്മൾ ഇതില്ലായിരുന്നു ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അത്രയും കിട്ടി. ഇനി നമുക്ക് സിംപ്ലസ്റ്റ് മൾട്ടിപ്ലൈസ് കണ്ടുപിടിക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് പുതിയ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണോ അതേ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, വി നീഡ് ടു ഫൈൻഡ് സിംപ്ലസ്റ്റ് multipliers. So simplest multipliers are given by this equation pi dash is equal to minus c naught into a naught inverse. A naught inverse നമുക്ക് already അറിയാം, c naught അറിയാം. So minus c naught is minus 2 0 0. This is a naught inverse. That is multiplying this we get 0 minus 2 0. So pi 1 equal 0, pi 2 equal to minus 2 and pi 3 equal to 0. Okay, now c1 7 അതായത് relative cost coefficient C ആണ് കണ്ടുപിടിക്കുന്നത്. റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യന്റ് ഇൻ ദി ന്യൂ ടേബിളിൽ റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യന്റ് കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, c1 ബാർ കണ്ടുപിടിക്കാം. c1 ബാർ is nothing but c7 bar is nothing but c7 plus summation i from 1 to 3 ai 7 into pi i. Okay, pi 1 pi 2 pi 3 already കിട്ടിയിട്ടുണ്ട്. So this is nothing but c7 plus a17 pi 1 plus a27 pi 2 plus a37 pi 3. Replacing pi 3 pi 2 pi 1, pi 3 0 ആണ്, sorry pi 1 0 ആണ്, pi 2 minus 2 and pi 3 is also 0. So this is a27 a17 a37 നമുക്ക് ഓൾറെഡി അറിയാം, c7 അറിയാം. അത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ minus 2 കിട്ടും. സോ c7 ബാർ അതായത് റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യന്റ് ഇസ് minus 2. ഇനി നമുക്ക് a17 ബാർ a27 ബാർ a37 ബാർ കണ്ടുപിടിക്കണം. അതായത് നമ്മൾ പുതിയ ഒപ്റ്റിമൽ ടേബിളിൽ നമ്മൾ ടേബിൾ കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ ഉള്ള ടേബിളിലെ നമുക്ക് കോഎഫിഷ്യൻസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. a17 bar a27 bar a37 bar is obtained by using this relation a0 is inverse into a17 a27 a37. Okay, that is a0 inverse is this into a17 a27 a37 already അറിയാം 0 1 0 ആണ്. So multiplying this we get 1 2 2. Okay, so a17 bar 1 a27 bar 2 a37 bar 2. അപ്പോൾ കോളം കറസ്പോണ്ടിങ് ടു p7 എന്ന് പറഞ്ഞാൽ കോളം കറസ്പോണ്ടിങ് ടു x7 ആണ്. ഇൻ ദി അപ് ടു ന്യൂ ടേബിളിൽ കോളം എന്തായിരിക്കും വരിക, ഫസ്റ്റ് 1 വരും 2 വരും 3 വരും 2 വരും, ദെൻ c7 ബാർ -2 വരും. ദാറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് BFSലെ കോളം ഇങ്ങനെ ആയിരിക്കും വരിക, a17 ബാർ a27 ബാർ a37 ബാർ c7 1 2 2 -2. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് പുതിയ ടേബിൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, സിംപ്ലസ്റ്റ് ടേബിൾ. ഇതാണ് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടേബിൾ. ഓക്കെ, c7 ആണ് നമ്മൾ x7 ആണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ കിട്ടി. ഇതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് 1 2 2 -2 കിട്ടിയിട്ടുള്ളത്. ഇത് 1 2 2 -2 ഈ വാല്യൂസ് ആണ് ഇവിടെ കണ്ടുപിടിച്ചത്. a17 ബാർ a27 ബാർ a37 ബാർ അതാണ് 1 2 2.
then this is C7 bar. Okay, this is not C7, this is C7 bar. Okay, അപ്പോൾ നമുക്ക് പുതിയ സിംപ്ലക്സ് ടേബിൾ കിട്ടി. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, സിംപ്ലക്സ് മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻറ്റ് -2 ആണ്. സോ സൊല്യൂഷൻ ഇസ് നോട്ട് ഒപ്റ്റിമൽ. സൊല്യൂഷൻ ഒപ്റ്റിമൽ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ x7 എന്തായിരിക്കും, ഇൻകമ്മിങ് ആയിരിക്കും. ഔട്ട് ഗോയിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട് ഗോയിങ് വേരിയബിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ this is 1/2 is this is 2/1, that is 2, 8/2 is 4. So least value is 1/2. So x3 will be outgoing variable. Okay, അത് നമ്മൾ സെക്കൻഡ് ഐറ്ററേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. x4 ചേഞ്ച് ചെയ്തിട്ട് x7 വന്നു. ഇവിടെ ബാക്കിയിൽ നമ്മൾ ഓൾറെഡി അറിയുന്ന പോലെ കണ്ടുപിടിച്ചു. This is 1 and this is 0, etc. Okay, then ഈ ടേബിളിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാ Cj greater than or equal to 0 for all j from 1 to 7. Okay, so all the relative cost coefficients are Cj bar, all the relative cost coefficients are greater than or equal to 0. So solution is optimal now. So optimal solution is x1 equal to 0, x2 equal to 0, x3 equal to 3/2, x4 is 0, x5 0, x6 1, 7, x7 is 1/2. So the solution is x1 equal to 0, x2 equal to 0 and x3 equal to 3/2, and the value of objective function f is 3. Okay, അപ്പോൾ ഈ മെത്തേഡ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഏതാണോ നമ്മൾ കൺസ്ട്രെയിൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് സ്ലാക്ക് വേരിയബിളിൻ്റെ ഒപ്റ്റിമൽ ടേബിളിലെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സൊല്യൂഷനിലെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ചേഞ്ച് ആവുന്നുണ്ടോ ഇല്ലയെന്ന് അറിയുന്നത്. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്.